നാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ചില ആഴ്ചകൾ നിങ്ങളോട് ഒരുമിച്ച് ആയിരിക്കാനും ആത്മീയ കൂട്ടായ്മ അനുഭവിപ്പാനായിട്ടും ഇടയായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാലം മകളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ സഭയായി കാണിച്ച, വ്യക്തിപരമായി കാണിച്ച എല്ലാ സഹകരണത്തിനും സ്നേഹത്തിനും പ്രാർത്ഥനകൾക്കുമായിട്ട് നന്ദിയോടെ ഞങ്ങൾ നിങ്ങൾക്ക് നന്ദി കരയേറ്റുന്നു. തുടർന്നും ഞങ്ങളെ പ്രാർത്ഥനയിൽ വഹിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. തുടർന്നും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം അനുവദിച്ചാൽ ഈ മാസം 29-ാം തീയതി രാത്രിയുള്ള ഫ്ലൈറ്റിന് ഞങ്ങൾ മടങ്ങിപ്പോവുകയാണ്. തുടർന്നും ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞങ്ങൾ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്നു, തുടർന്നും പ്രാർത്ഥിക്കും എന്നുള്ള ഉറപ്പും ഞാൻ നൽകുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ദൈവവചന പഠനത്തിനായിട്ട്, വചന ശുശ്രൂഷയ്ക്കായിട്ട് മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 51 52 വാക്യങ്ങൾ, അതുപോലെ 8-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളും നമുക്ക് വായിക്കാം. പ്രാരംഭമായിട്ട് മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 51 52 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. പിന്നെ അവൻ അവരുടെ അടുക്കൽ ചെന്ന് പടകിൽ കയറി കാറ്റ് അമർന്നു. അവർ ഉള്ളിൽ അത്യന്തം ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. അവരുടെ ഹൃദയം കടുത്തിരുന്നതുകൊണ്ട് അപ്പത്തിൻ്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല. 8-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ ഞാൻ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കട്ടെ. അവർ അപ്പം കൊണ്ടുപോരുവാൻ മറന്നുപോയിരുന്നു. പടകിൽ അവരുടെ പക്കൽ ഒരു അപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ അവരോട്, നോക്കുവിൻ, പരീശന്മാരുടെ പുളിച്ച മാവും ഹെരോദാവിൻ്റെ പുളിച്ച മാവും സൂക്ഷിച്ചുകൊള്ളുവിനെന്ന് കൽപ്പിച്ചു. നമുക്ക് അപ്പമില്ലായ്കയാൽ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അത് യേശു അറിഞ്ഞ് അവരോട് പറഞ്ഞത്, അപ്പമില്ലായ്കയാൽ നിങ്ങൾ തമ്മിൽ പറയുന്നത് എന്ത്? ഇപ്പോഴും തിരിച്ചറിയുന്നില്ലയോ? ഗ്രഹിക്കുന്നില്ലയോ? നിങ്ങളുടെ ഹൃദയം കടുത്തിരിക്കുന്നുവോ? കണ്ണുണ്ടായിട്ടും കാണുന്നില്ലയോ? ചെവിയുണ്ടായിട്ടും കേൾക്കുന്നില്ലയോ? ഓർക്കുന്നതുമില്ലയോ? 5000 പേർക്ക് ഞാൻ 5 അപ്പം നുറുക്കിയപ്പോൾ കഷ്ണങ്ങൾ എത്ര കുട്ട നിറച്ചെടുത്തു? 12 എന്ന് അവർ അവനോട് പറഞ്ഞു. 4000 പേർക്ക് 7 നുറുക്കിയപ്പോൾ കഷ്ണങ്ങൾ എത്ര വട്ടി നിറച്ചെടുത്തു? 7 എന്ന് അവർ അവനോട് പറഞ്ഞു. പിന്നെ അവൻ അവരോട്, ഇപ്പോഴും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ എന്ന് പറഞ്ഞു. ഈ ഭാഗം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ക്രമമായി വായിച്ചു വരുന്ന ഭാഗത്ത് വന്നപ്പോൾ എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗമാണ് ഈ ഭാഗം. നമുക്കൊക്കെ അറിയാം, നമ്മുടെ ചെറിയ പ്രായത്തിൽ നമ്മളൊക്കെ കുത്തുകൾ യോജിപ്പിക്കാറുണ്ട്. ഇന്നത്തെ തലമുറയ്ക്ക് അത് അറിയാമോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ പ്രായത്തിലൊക്കെ അന്നത്തെ അഡിക്ഷൻ എന്ന് പറയുന്നത് മാസത്തിൽ ഒരിക്കൽ വരുന്ന ബാലരമ മാസികയാണ്. ഇന്ന് എനിക്കെന്നത് തോന്നുന്നു അത് ദ്വൈമാസികയാണെന്ന് തോന്നുന്നില്ലേ, മാസത്തിൽ 2 പ്രാവശ്യമാണെന്ന് തോന്നുന്നു. അന്ന് മാസത്തിൽ ഒരിക്കലാണ് ഞങ്ങൾക്ക് ബാലരമ വരുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, ബാലരമ ഇടുമ്പോൾ അതിനായിട്ട് ഞാനും അച്ഛനും ഓടും. അത് ആദ്യം കയ്യിൽ കിട്ടുന്ന ആളാണ് അത് വായിക്കേണ്ടത്. വായിക്കുക മാത്രമല്ല, അതിൽ കുത്തുകൾ യോജിപ്പിച്ച് ഒരു പടം ഉണ്ടാക്കുന്ന ഒരു ചിത്രം വരും. 1 മുതൽ 20 വരെ. കുരങ്ങന്റെ കയ്യിൽ എന്താണ് എന്ന് കാണുവൻ, അല്ലെങ്കിൽ സിംഹത്തിന്റെ മുൻപിൽ ആരാണ് നിൽക്കുന്നതെന്ന് കാണുവൻ എന്ന് പറഞ്ഞ് കുത്ത് യോജിപ്പിക്കണം. അപ്പൊ ഈ കുത്തുകൾ യോജിപ്പിക്കുമ്പോൾ തെറ്റിപ്പോയ പടം മാറിപ്പോകും. അന്നത് വലിയ ഇഷ്ടമായിരുന്നു. കുത്തുകളൊക്കെ യോജിപ്പിച്ചൊരു പടം വരും. ചിലപ്പോൾ അതിൽ കളറും ചെയ്യാം. അപ്പോൾ ഈ പടം അപ്പോൾ ഇത് യോജിപ്പിക്കുമ്പോൾ പെൻസിൽ കൊണ്ടാണ് യോജിപ്പിക്കുന്നത്. ആദ്യം ആരുടെ കൈ കിട്ടുമോ അവർ പെൻസിൽ കൊണ്ട് യോജിപ്പിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇത് മായ്ക്കും. ഇത് മായ്ച്ചിട്ടാണ് അടുത്ത ആൾക്ക് കൊടുക്കുന്നത്. ഇതിനിടയിൽ അടിയും പിടിയും ബഹളവും ഒക്കെ ഉണ്ടാകും. അന്നത്തെ ഞങ്ങളുടെ ഒരു വിനോദമായിരുന്നു അത്. മാത്രമല്ല, ഞാൻ അതിൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ഷൈനിയോട് ഈ ബാലരമയുടെ കാര്യമൊക്കെ പറയുമ്പോൾ ഷൈനി പറയും, ഞാൻ ബാലരമ വായിക്കുന്നത് മാസത്തിലൊരിക്കൽ അമ്മ തരുന്ന പൈസയുമായി ഒരു ബേക്കറിയിൽ പോയിട്ട് അവിടെ നിന്നാണ് ബാലരമ വാങ്ങിക്കുന്നത്. അങ്ങനെ ബാലരമ വാങ്ങുമ്പോൾ ഒരു ഐസ്ക്രീമും വാങ്ങാനുള്ള അനുവാദം. മാസത്തിൽ ഒരിക്കലായിരുന്നു ഞങ്ങളുടെയൊക്കെ ഈ വിധത്തിലുള്ള ലക്ഷറി. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവുമെന്ന് അറിയില്ല. അപ്പൊ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ അഡിക്ഷൻ എന്ന്. ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. ദൈവവചനത്തില് ഇങ്ങനെ കുറെ കുത്തുകൾ ഇട്ട് തന്നിട്ടുണ്ട്.
കർത്താവ് ഈ അധ്യായങ്ങളിൽ കൂടെ മർക്കോസ് കർത്താവ് പറഞ്ഞ കുത്തുകളെ ഇട്ട് തന്നിരിക്കുകയാണ്. ഈ കുത്തുകളൊന്ന് പൂരിപ്പിച്ച് ഇത് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കണം. അതിനായിട്ടാണ് ഞാൻ ഈ ഭാഗം എടുത്തതും ഈ ദൃഷ്ടാന്തം പറഞ്ഞതും. നമ്മൾ ഈ വായിച്ച ഭാഗത്ത് നിങ്ങൾക്ക് നമുക്കെല്ലാവർക്കും വളരെ അറിവുള്ള ഭാഗമാണിത്. അതുകൊണ്ട് വളരെ വിശദീകരിക്കേണ്ടുന്ന ആവശ്യം ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. 6-ാം അധ്യായത്തിൽ ഈ ഭാഗത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഞാൻ പറഞ്ഞാല്, 6-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാല് 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തില് ഇങ്ങനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അനന്തരം അവൻ 12 വരെ അടുക്ക വിളിച്ചു, അവരെ ഈരണ്ടായി അയച്ച് തുടങ്ങി. അങ്ങനെ 12 വരെ വിളിച്ച് ഈരണ്ടായിട്ട് ദൈവവചനത്തിന്റെ വ്യാപ്തിക്കായിട്ട്, കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവ് അയക്കുകയാണ്. ഇങ്ങനെ അയക്കപ്പെട്ട അവര്, ഇനി നിങ്ങൾ താഴോട്ട് വായിച്ചാൽ അവർ വളരെ ടയേർഡായിട്ട് 30-ാം വാക്യത്തിൽ, പിന്നെ അപ്പോസ്തലന്മാർ യേശുവിന്റെ അടുക്കൽ വന്നുകൂടി തങ്ങൾ ചെയ്തതും ഉപദേശിച്ചതും എല്ലാം അറിയിച്ചു. വരുന്നവരും പോകുന്നവരും വളരെ ആയിരുന്നതിനാൽ അവർക്ക് ഭക്ഷിപ്പാൻ പോലും സമയം ഇല്ലായ്ക കൊണ്ട്. അപ്പോ ഭക്ഷിപ്പാൻ പോലും സമയമില്ലാതെ അവർ വളരെ ടയേർഡായിട്ട് ഈ ശിഷ്യന്മാർ കർത്താവിന്റെ അടുക്കൽ വന്നു. കർത്താവിന്റെ അടുക്കൽ വന്നപ്പോഴും അവർക്ക് യാതൊരു വിശ്രമവും ലഭിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുത്തുകൾ ഇടുകയാണ്. അപ്പോൾ ആ കുത്തുകൾ പൂരിപ്പിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും ആണ്. അപ്പോ ഒന്നാമത്തെ കുത്താണ്, ഒന്നാമത്തെ ഒരു ആക്റ്റാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇവരെല്ലാവരും മടങ്ങി വന്നു. ഇനി കർത്താവും വളരെ ടയേർഡായിരുന്നു. വായിച്ചാൽ അവർക്ക് ഭക്ഷിപ്പാൻ പോലും സമയമില്ലായ്ക കൊണ്ട് അവൻ അവരോട്, നിങ്ങൾ ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പടകിൽ കയറി ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് പോയി. അവർ പോകുന്നത് പലരും കണ്ടറിഞ്ഞ് എല്ലാ പട്ടണങ്ങളിൽ നിന്നും കാൽനടയായി അവിടെ കൂടി അവർക്ക് മുൻപ് എത്തി. അങ്ങനെ അവര് ഒരുമിച്ച് ജനങ്ങളെല്ലാം കർത്താവിന്റെ പുറകെ വന്നു. ഇനി കർത്താവും ശിഷ്യന്മാരും മാത്രമല്ല, വന്നുകൂടിയ ജനം മുഴുവനായിട്ട് അവർ വളരെ ക്ഷീണിച്ച അവസ്ഥയിൽ ആയിത്തീർന്നു. അങ്ങനെ ആയിത്തീർന്ന അവർക്കാണ് കർത്താവ് വളരെ അത്ഭുതകരമായിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. അത് 42-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എല്ലാവരും തിന്ന് തൃപ്തരായി കഷണങ്ങളും മീൻ നുറുക്കും 12 കുട്ട നിറച്ചെടുത്തു. അപ്പം തിന്നവരോ 5000 പുരുഷന്മാർ ആയിരുന്നു. അപ്പോൾ 5000 പേർക്ക് 5 അപ്പവും 2 മീനും കർത്താവ് വിഭാഗിച്ച് കൊടുത്തു. ഈ ഒരു കഥയിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു ചരിത്ര സംഭവത്തിൽ നിന്ന് അനേകം ആത്മീക പാഠങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ഞാൻ ആ സംഭവത്തിന്റെ ആത്മീക പാഠങ്ങളിലേക്കല്ല ഇന്ന് പോകുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോ നമ്മൾ നല്ല തണുപ്പിന്റെ സമയത്താണ് ഇരിക്കുന്നത്, ഇതിനകത്ത് നല്ല തണുപ്പാ അല്ലേ? അതുകൊണ്ട് ഉറങ്ങരുത് എന്ന് പ്രത്യേകം ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോ കർത്താവ് തന്റെ ശിഷ്യന്മാരെ അയച്ചപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ പോകുമ്പോൾ യാതൊന്നും എടുക്കരുത്, നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്, ആരെങ്കിലും തന്നാൽ കഴിക്കുക എന്നുള്ളത് മാത്രം. അപ്പോൾ കർത്താവിന്റെ നിയോഗം ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് കൂടെയാണ് അവർ വളരെ ക്ഷീണിച്ച് മടങ്ങി വരുവാനായിട്ട് ഇടയായി തീർന്നത്. ഇവിടെ ഇതാ അങ്ങനെ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ ഇങ്ങനെയൊന്നും ആയിത്തീരരുത്, നിങ്ങൾ ഭക്ഷണമൊന്നും കഴിപ്പാനായിട്ട് നിൽക്കരുത്, നിങ്ങൾ ആ നിലയിൽ ക്ഷീണാവസ്ഥയിൽ തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞ കർത്താവ്, എന്നിട്ട് ഈ ശിഷ്യന്മാര് മടങ്ങി വന്നിട്ടോ? എന്നിട്ടും അങ്ങനെ തന്നെ. ശിഷ്യന്മാരെ ചെറുതായിട്ടൊരു പ്രാക്ടീസിന് കർത്താവ് അയച്ചിട്ട് തിരികെ വന്നവരൊരു മഹാപുരുഷാരമായപ്പോഴും അതേ പ്രാക്ടീസ് തന്നെയാണ്. എങ്ങനെ? അവര് ഭക്ഷണത്തിനായിട്ട് വിശന്ന് ദാഹിച്ചു. ശിഷ്യന്മാരെന്ത് വിചാരിച്ചു? കർത്താവ് ഇവരെ ഒന്ന് അയച്ചിട്ട് വേണം കർത്താവിനും നമുക്കും ഭക്ഷിപ്പാനായിട്ട്. കർത്താവ് ഇവരെ മടക്കി അയച്ചില്ല, അതിന് പകരമായിട്ട്
കർത്താവ് ഇവർക്കായിട്ട് വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു വലിയ ഭക്ഷണം, വിഭവസമൃദ്ധം എന്ന് ഞാൻ പറയുമ്പോൾ 2 വിഭവമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അന്നത്തെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇനി എൻ്റെ ചിന്താവിഷയം, ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് ഒരു ടൈറ്റിൽ വേണമല്ലോ. അപ്പോൾ ആ ടൈറ്റിലായിട്ട് ശേഷിച്ച കഷണം എന്നുള്ളതാണ് എൻ്റെ ടൈറ്റിൽ. ലെഫ്റ്റ് ഓവർ ലോവ്സ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഓവർ ബ്രെഡ്. അപ്പോൾ ഈ ശേഷിച്ച കഷണം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. 6-ാം അധ്യായത്തില് അവര് എത്ര കുട്ട നിറച്ചെടുത്തു? 12 കുട്ട ഭക്ഷണം നിറച്ചെടുത്തു. അപ്പം തിന്നവർ 5000 പേരുണ്ടായിരുന്നു. ഭക്ഷണം ശേഷിച്ചത് 12 കുട്ടയായിരുന്നു. ഇനി താഴേക്ക് ഞാൻ ആദ്യം വായിച്ച ഭാഗത്തേക്ക് വരുമ്പോൾ 51-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 51-ാം വാക്യത്തിലേക്ക് 45 മുതലുള്ള വാക്യങ്ങളുടെ ആ പാരഗ്രാഫിന്റെ അവസാനമാണ് 51-ാമത്തെ വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത്, പിന്നെ അവൻ അവരുടെ അടുക്കൽ ചെന്ന് പടകിൽ കയറി, കാറ്റ് അമർന്നു, അവർ ഉള്ളിൽ അത്യന്തം ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു, അവരുടെ ഹൃദയം കടുത്തിരുന്നത് കൊണ്ട് അപ്പത്തിന്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല. എന്താണ് ഈ അപ്പത്തിന്റെ സംഗതി? എന്താണ് സംഭവിച്ചത്? 45-ാം വാക്യം മുതൽ താഴോട്ട് പുരുഷാരത്തെയൊക്കെ പറഞ്ഞയച്ചു, ശിഷ്യന്മാരെ പടകു കയറ്റി ബേത്സയിദയ്ക്ക് നേരെ മുന്നോട്ടോടുവാൻ നിർബന്ധിച്ചു. അതിനുശേഷം കർത്താവ് പ്രാർത്ഥിപ്പാനായിട്ട് മലയിൽ പോയി. ആ ഭാഗത്തെ ഞാൻ ചുരുക്കി പറയുകയാണ്. വൈകുന്നേരമായപ്പോൾ പടക് കടലിന്റെ നടുവില്, കർത്താവ് ഏകനായിട്ട് കരയിൽ. വലിയ കാറും കോളും വന്നു. അവർക്ക് മുൻപോട്ട് പോകുവാനായിട്ട് ഒത്തില്ല. അവരെ തണ്ട് വലിച്ച് വലഞ്ഞു. അപ്പോൾ കർത്താവിത രാത്രി 4-ാം യാമത്തിൽ കടലിന്മേൽ കൂടെ നടന്ന് അവരുടെ അടുക്കലേക്ക് ചെന്നു. അവരെ കടന്നു പോകുവാനായിട്ട് ഞാൻ കടന്നു പോവുകയാണ് എന്നുള്ള നിലയിൽ കർത്താവ് അവരെ കടന്നുപോയി. അപ്പോൾ ശിഷ്യന്മാർ കണ്ട് തോന്നുന്നു മിക്കവാറും ഒരു കടലിന്റെ നടുവില് എല്ലാ മൂടൽ മഞ്ഞും ഒക്കെ ഉണ്ടായിരിക്കുന്ന ഒരു സമയമായിരിക്കും. കർത്താവിനെ അവർ വ്യക്തമായിട്ട് കണ്ടു കാണില്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞു, ഇതൊരു ഭൂതം എന്നവർ നിരൂപിച്ച് നിലവിളിച്ചു. എന്നിട്ട് കർത്താവ്, എല്ലാവരും നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാവരും അവനെ കണ്ട് ഭ്രമിച്ചിരുന്നു. 50-ാം വാക്യം, എല്ലാവരും they were amazed, astonished, amazed എന്നുള്ള വാക്കുകളാണ്. പേടിച്ചിരുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, അങ്ങനെയാണ് ഇംഗ്ലീഷിൽ അത് ഉപയോഗിച്ചിരിക്കുന്നത്. അമേസ്ഡ് എന്നും അസ്റ്റോണിഷ്ഡ് എന്നും. അപ്പോൾ കർത്താവ് അവരോട് സംസാരിച്ചു, ധൈര്യപ്പെടുവിൻ, ഞാൻ തന്നെ ആകുന്നു, ഭയപ്പെടേണ്ട. പിന്നെ അവൻ അവരുടെ അടുക്കൽ ചെന്നു കാറ്റിനേക്ക്. എന്നിട്ട് അടുത്ത് എന്താ എഴുതിയിരിക്കുന്നത്? അവരുടെ ഹൃദയം കടുത്തിരുന്നത് കൊണ്ട് അപ്പത്തിന്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല. ഏതപ്പത്തിന്റെ? അവർക്ക് മനസ്സിലായില്ല. കർത്താവ് അവരെ ഒരു കാര്യം പഠിപ്പിക്കുവാനായിട്ട് പോവുകയാണ്. അവർക്കത് മനസ്സിലായില്ല. ഇനിയും ഈ സുവിശേഷം എഴുതിയ മർക്കോസെങ്കിലും അതെന്തായിരുന്നു എന്ന് ഒന്ന് എഴുതണമായിരുന്നു, നമുക്ക് മനസ്സിലാകുവാനായിട്ട്. അതും എഴുതിയിട്ടില്ല. നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കണം. ഈ കുത്തുകളൊക്കെ ഒന്ന് യോജിപ്പിച്ച് നമുക്ക് മനസ്സിലാക്കാം. 8-ാം അധ്യായത്തിലേക്ക് വരാം. 8-ാം അധ്യായം 1-ാം വാക്യം മുതൽ താഴോട്ട് വായിച്ചാല് ഏകദേശം ഇതിന് തുല്യമായിട്ട് ഒരു സന്ദർഭം കൂടെ അവിടെ എഴുതിയിരിക്കുന്നു. എന്താണ് അവിടെ ഉണ്ടായത്? അവിടെ നിങ്ങൾക്കറിയാം, 1-ാം വാക്യം മുതൽ നമ്മൾ വായിച്ചാൽ, ആ ദിവസങ്ങളിൽ ഏറ്റവും വലിയ പുരുഷാരം ഉണ്ടായിരിക്കെ അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായതുകൊണ്ട് യേശു ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് അവരോട്, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. പഴയ പുരുഷാരം പോലെയല്ല. അവർ മിക്കവാറും ഒരു ദിവസത്തെ പട്ടിണി ഉണ്ടായിരുന്നു. ഇവിടെ 3 ദിവസത്തെ പട്ടിണിയാണ്. 3 ദിവസമായി അവർക്ക് ഭക്ഷിപ്പാൻ വകയില്ലാതെ ഇരിക്കുന്നു. ഇനി ഒരു പ്രധാന വ്യത്യാസം കൂടെയുണ്ട്, അത് ഞാൻ പറഞ്ഞു മുൻപോട്ട് പോകാം. ആദ്യത്തെ കൂട്ടം യഹൂദരും 2-ാമത്തെ കൂട്ടം പുറജാതികളുമാവാനായിട്ടാണ് കൂടുതലും സാധ്യത. അങ്ങനെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടില്ല. എന്നാൽ സ്ഥലത്തിന്റെ പ്രത്യേകതകളും ദേശത്തിന്റെ പ്രത്യേകതകളും വെച്ച് മനസ്സിലാക്കുമ്പോൾ ആദ്യത്തെ കൂട്ടം യഹൂദ പുരുഷാരവും 2-ാമത്തെ പുരുഷാരം പുറജാതികളും ആയിരുന്നിരിക്കണം. ഇനി അവർക്ക് 3 ദിവസമായി ഭക്ഷിപ്പാൻ ഒന്നുമില്ല. ഇവർ തളർന്നു പോകും വഴിയിൽ വെച്ച് തിരികെ വിട്ടാല്. അപ്പോൾ ചിലർ ചിന്തിക്കും ഇത് രണ്ടും ഒരേ
സന്ദർഭമാണ്. എഴുത്തുകാരൻ അറിവില്ലായ്മ കൊണ്ട് ഇത് രണ്ടും രണ്ടാണ്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ ഇതിന്റെ പാരലായിട്ടുള്ള പോർഷൻ ഉണ്ട്. രണ്ടും രണ്ടാ തന്നെ ആണ്. അപ്പോൾ ഇനിയും അവിടെ വെച്ച് കർത്താവ് എത്ര അപ്പമുണ്ടെന്ന് ചോദിച്ചു. 7 അപ്പമുണ്ട്. ഇനിയും കുറച്ച് ചെറിയ മീനുമുണ്ട്. ഞാൻ വായിച്ച ഭാഗം ഇതിന് തൊട്ട് മുമ്പാണ്. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നത് 8-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. 8-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. അവർ തിന്നു തൃപ്തരായി ശേഷിച്ച കഷണങ്ങൾ 7 വട്ടി നിറച്ചെടുത്തു. ആദ്യം ഏതായിരുന്നു? കുട്ട. ഈ കുട്ടയും വട്ടിയും മലയാളത്തിൽ എഴുതുമ്പോൾ നമുക്ക് അങ്ങനെ വലിയ അറിവ് കിട്ടുകയില്ല. എന്നാലും മിക്കവാറും ഈ കുട്ട വട്ടിയേക്കാളും വലുതാണ് എന്നാണ് പണ്ഡിതന്മാർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്ത് മനസ്സിലാവുന്നു? ഇവിടെ കുറച്ച് ആൾക്കാര് ഒരല്പം കുറഞ്ഞു പുരുഷാരം, എന്നാൽ ശേഷിപ്പിച്ചത് അതിലും കൂടുതലായിരിക്കാനാണ് കൂടുതലും സാധ്യത. കാരണം ഈ കുട്ട എന്നുള്ളത് വട്ടി എന്നുള്ളത് കുട്ടയെക്കാളും വലുതാണ്. പല കുട്ടകൾ ചേർന്നാണ് ഒരു വട്ടി ആകുന്നത്. അപ്പൊ മിക്കവാറും അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത. ഇനിയും ഇതും കഴിഞ്ഞിട്ട് ശിഷ്യന്മാരടുത്ത് വരികയാണ്. 14-ാം വാക്യത്തിലേക്ക്, അവർ അപ്പം കൊണ്ടുപോരുവാൻ മറന്നുപോയിരുന്നു. 8-ാം അധ്യായത്തിന്റെ 14-ാം വാക്യമാണ്. പടകിൽ അവരുടെ പക്കൽ ഒരു അപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ അവരോട്, നോക്കുവിൻ, പരീശന്മാരുടെ പുളിച്ചമാവും ഹെരോദാവിന്റെ പുളിച്ചമാവും സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് കൽപ്പിച്ചു. 16-ാം വാക്യം, നമുക്ക് അപ്പമില്ലായാൽ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ഇവിടെ എത്ര അപ്പത്തിന്റെ ആവശ്യമുണ്ട്? 12 അപ്പത്തിന്റെ ആവശ്യമുണ്ട്. ഒരപ്പം ഓൾറെഡി അവിടെ ഉണ്ട്, അത് കർത്താവിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. അങ്ങനെ പോയാൽ പിന്നെ 12 അപ്പത്തിന് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ 12 സാൻഡ്വിച്ച് എന്ന് എടുക്കാം. ഒരു സാൻഡ്വിച്ച് ഉണ്ട് കൂടെ അവരുടെ അടുത്ത്, ഇനി 12 എണ്ണവും കൂടെ വേണം. കർത്താവ് എന്താ പറഞ്ഞത്? കർത്താവ് പറഞ്ഞത്, നോക്കുവിൻ, പരീശന്മാരുടെ പുളിച്ചമാവും ഹെരോദാവിന്റെ പുളിച്ചമാവും. ഈ ശിഷ്യന്മാരെന്ത് മനസ്സിലാക്കി? അപ്പം ശേഷിപ്പിച്ചു, അത് എടുത്തുകൊണ്ട് വരാത്തത് കൊണ്ടാകാം കർത്താവ് ഇത് പറഞ്ഞത് എന്ന്. അപ്പൊ കർത്താവ് അവരോട് പറയണം, നിങ്ങൾ തമ്മിൽ പറയുന്നത് എന്ത്? ഇപ്പോഴും തിരിച്ചറിയുന്നില്ലയോ? നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? നിങ്ങളുടെ ഹൃദയം കടുത്തിരിക്കുന്നുവോ? കണ്ണുണ്ടായിട്ടും കാണുന്നില്ലയോ? ചെവിയുണ്ടായിട്ടും കേൾക്കുന്നില്ലയോ? ഓർക്കുന്നതുമില്ലയോ? നിങ്ങൾ എന്താണ് ഇത്ര ഹൃദയകാഠിന്യമുള്ളവരായി തീർന്നിരിക്കുന്നത്? എന്നിട്ട് അവരോട് ചോദ്യം ചോദിക്കുകയാണ്. 5000 പേർക്ക് ഞാൻ ഭക്ഷണം കൊടുത്തപ്പോൾ എത്ര ശേഷിപ്പിച്ചെടുത്തു? 4000 പേർക്ക് ഞാൻ ഭക്ഷണം കൊടുത്തപ്പോൾ എത്ര ശേഷിപ്പിച്ചു? പിന്നെ അവൻ അവരോട് 21-ാം വാക്യം, ഇപ്പോഴും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? ഇത്രയും എഴുതിയ സ്ഥിതിക്ക് മർക്കോസിന് എന്തായിരുന്നു ഗ്രഹിക്കേണ്ടിയിരുന്നത് എന്ന് ഒന്ന് പറയാമായിരുന്നു. അപ്പോഴും മർക്കോസ് അത് എഴുതിയില്ല. കർത്താവ് അതൊട്ട് വ്യക്തമായിട്ട് പറഞ്ഞും ഇല്ല. ഗ്രഹിക്കാതെ പോയ ശേഷിച്ച കഷണത്തിന്റെ വ്യത്യാസം എന്താണ്? ഇനിയും ഇതൊന്ന് മനസ്സിലാക്കണമെങ്കിൽ 1-2 സംഭവങ്ങൾ കൂടെ ഇതിനിടയ്ക്ക് എഴുതിയിരിക്കുന്നത് നമ്മളൊന്ന് വായിക്കണം. 8-ാം അധ്യായത്തിന്റെ നാം വായിച്ചല്ലോ 14 മുതൽ 21. അപ്പോ 8-ാം അധ്യായത്തില് നമ്മൾ 11-ാം വാക്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. അനന്തരം പരീശന്മാർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ആകാശത്തു നിന്ന് ഒരു അടയാളം അന്വേഷിച്ച് അവനുമായി തർക്കിച്ചു തുടങ്ങി. എപ്പോഴാ ഈ തർക്കം നടന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? 2-ലധികം അത്ഭുതങ്ങൾ, ഏറ്റവും പ്രകടമായിട്ടുള്ള അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തതിന് ശേഷം ഉടൻ പരീശന്മാർ വന്നു ചോദിക്കുകയാണ്, കർത്താവെ, ആകാശത്ത് നിന്ന് ഞങ്ങൾക്കൊരു അടയാളം വേണം എന്ന്. അവൻ ആത്മാവിൽ ഞരങ്ങി. He was so troubled. ഞാൻ ഇത്രയും ചെയ്തിട്ടും പരീശന്മാരും ഈ കൂടി നിൽക്കുന്നവരും ഇത് ഗ്രഹിച്ചില്ലല്ലോ എന്ന്. എന്നിട്ട് അവൻ പറയുന്നത്, ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നതുണ്ട്, ഈ തലമുറയ്ക്ക് അടയാളം ലഭിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അവരെ വിട്ട് പിന്നെയും പടക് കയറി പോയി.
അപ്പോൾ ഈ പരീശന്മാര് അടയാളം അന്വേഷിക്കുന്നവരാണ്. ഈ പരീശന്മാർ അടയാളം അന്വേഷിക്കുമ്പോൾ ശിഷ്യന്മാരോ കാര്യം ശരിക്ക് ഗ്രഹിക്കുകയും ചെയ്തില്ല. ഇനി നമുക്ക് തിരികെ 7-ാം അധ്യായത്തിലേക്ക് വരാം. 7-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. 7-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ വിഷയം അല്പം വേറെയാണ്. അവര് ഭക്ഷണത്തിനിരുന്നു, ശിഷ്യന്മാര്. എന്നിട്ട് ശിഷ്യന്മാരിൽ ചിലർ ശുദ്ധിയില്ലാത്ത എന്ന് വെച്ചാൽ 7-ാം അധ്യായത്തിന്റെ 2-ാം വാക്യമാണ് ഞാൻ വായിക്കുന്നത്. കഴുകാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. ഇതാണ് അവിടുത്തെ പ്രശ്നം. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ 2-ന്റെയും ഇടയ്ക്കുള്ള അധ്യായമാണ്. അപ്പോൾ ആ അധ്യായത്തില് അവര് ശിഷ്യന്മാര് കഴുകാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് പരീശന്മാർ കണ്ടിട്ട്, ഇതിലൊരു ഹൈജീനിക് ഇഷ്യൂ അല്ല അവിടുത്തെ ഇഷ്യൂ, അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. അതുകൊണ്ട് നമുക്കൊക്കെ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാമെന്ന്, അതല്ല അവിടുത്തെ ഇഷ്യൂ. സെറിമോണിയലായിട്ട് ഒരു കൈയുടെ മേൾ മുതൽ താഴെ വരെ കഴുകുന്ന ഒരു കഴുകൽ സെറിമണി ഉണ്ട് പരീശന്മാർക്ക്. അതുകൊണ്ട് കൈ വൃത്തിയാവുക എന്നുള്ളതല്ല, എല്ലാവരും കാണുക അങ്ങനെ കഴുകി ആ ഒരു ട്രഡീഷനെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം ഭക്ഷണം കഴിക്കുവാനായിട്ട് എന്ന് പരീശന്മാർ നിർബന്ധം പിടിക്കുന്നുണ്ട്. അവിടെയും കർത്താവ് ഒരു വലിയ പ്രിൻസിപ്പിൾ അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് 15-ാം വാക്യത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ, പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാനായിട്ട് കഴിയുകയില്ല. അവനിൽ നിന്നും പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇനിയും നിങ്ങൾ ഗ്രഹിക്കണം എന്ന് പറഞ്ഞ് കർത്താവ് അടുത്തൊരു ഡോട്ടുകൂടെ ഇടുകയാണ്, അടുത്തൊരു കുത്തുകൂടെ ഇടുകയാണ്. ഇനിയും അവസാനത്തെ 5-ാമത്തെ ഒരു കുത്തുകൂടെ ഞാനൊന്ന് പറയാം. അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാണ്. അത് കാണുവാനായിട്ട് 24 മുതൽ 30 വരെയുള്ള എന്നെ വളരെയധികം ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അവിടെ എഴുതിയിരിക്കുന്ന ആ വ്യക്തിത്വം. അതാരാണ്? അത് കനാന്യ സ്ത്രീയാണ്. അവൻ അവിടെ 7-ന്റെ 24 മുതൽ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സീദോന്റെയും സോരിന്റെയും അതിർ നാട്ടിൽ ചെന്നൊരു വീട്ടിൽ കടന്നു. ആരും അറിയരുത് എന്ന് ഇച്ഛിച്ചു, എങ്കിലും മറഞ്ഞിരിപ്പാൻ സാധിച്ചില്ല. അശുദ്ധാത്മാവ് ബാധിച്ച ചെറിയ മകളുള്ള ഒരു സ്ത്രീ അവന്റെ വസ്തുത കേട്ടിട്ട് വന്ന് അവന്റെ കാൽക്കൽ വീണു. അവൾ സുറഫോയിനിക്യ ജാതിയിലുള്ള ഒരു യവന സ്ത്രീയായിരുന്നു. തന്റെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുവാൻ അവൾ അവനോട് അപേക്ഷിച്ചു. യേശു അവളോട്, ശ്രദ്ധിക്കുക, മുൻപേ മക്കൾക്ക് തൃപ്തി വരട്ടെ, മക്കളുടെ അപ്പമെടുത്ത് ചെറുനായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അവൾ അവനോട്, അതേ കർത്താവേ, നീ പറഞ്ഞത് ശരി തന്നെയാണ്. ചെറുനായ്ക്കളും മേശയ്ക്ക് കീഴെ കുട്ടികളുടെ അപ്പനുറുക്കുകളെ തിന്നുന്നുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവളോട്, ഈ വാക്ക് നിമിത്തം പൊയ്ക്കൊള്ളുക, ഭൂതം നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ വീട്ടിൽ വന്നാറേ മകൾ കിടക്കമേൽ കിടക്കുന്നതും ഭൂതം വിട്ടുപോയതും കണ്ടു. മത്തായിയുടെ സുവിശേഷത്തിൽ ഇതിന് പാരലലായിട്ടുള്ള ഭാഗം ഉണ്ട്. അവിടെ ഈ വിശ്വാസത്തെ കർത്താവ് കമന്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു ശതാധിപൻ കർത്താവിന്റെ അടുക്കൽ വന്നപ്പോഴും അവന്റെ സെർവന്റിന് വേണ്ടിയിട്ട്, അവന്റെ ദാസന് വേണ്ടിയിട്ട് കർത്താവിനോട് അപേക്ഷിച്ചപ്പോൾ ഈ വിശ്വാസം വലിയത് എന്ന് കർത്താവ് അവിടെ കമന്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ ഈ കനാന്യ സ്ത്രീക്ക് കർത്താവിനെ കുറിച്ചുള്ള എന്ത് ജ്ഞാനമാണ് ഉണ്ടായിരുന്നത്? മിക്കവാറും കർത്താവ് ഈ 5 അപ്പം കൊണ്ട് 5000 പേരെയോ 7 അപ്പം കൊണ്ട് 4000 പേരെയോ പോഷിപ്പിച്ച സ്ഥലത്ത് ഇവൾ ഉണ്ടായിരിക്കുവാനായിട്ട് സാധ്യത കുറവാണ്. അവിടെ ഒന്നും എഴുതിയിട്ടില്ല. അവൾ ഉണ്ടാകുവാനായിട്ട് സാധ്യതയില്ല. കാരണം അവളുടെ മകൾ രോഗിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ മകളെ രോഗിയായിട്ട് വിട്ടേച്ച് അവൾ പോകുവാനായിട്ടുള്ള സാധ്യത കുറവാണ്. കുറഞ്ഞ പക്ഷം നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് ഊഹിക്കാം, കർത്താവിനോട് കൂടെ നടന്ന ശിഷ്യന്മാരിലും അവനോട് കൂടെ കേൾക്കുവാനായിട്ട് പുറകെ നടന്ന പരീശന്മാരിലും ജ്ഞാനം കുറവായിരുന്നു ഈ കുറേനക്കാരി, അല്ലെങ്കിൽ ഈ കനാന്യക്കാരിയായ ഈ സ്ത്രീക്ക്. നിങ്ങൾ മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ സോറിനെ കുറിച്ചും സീദോനെ കുറിച്ചുമുള്ള ഒരു പ്രയോഗം കർത്താവ് പറയുന്നുണ്ട്. സോറിനും സീദോനും സഹിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അവരെ നല്ലതായിട്ടല്ല അവിടെ പറയുന്നത്,
അവരും ശിക്ഷാവിധിക്ക് യോഗ്യരാണ് എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, നമുക്ക് കനാന്യരെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ദൈവത്തിന്റെ വലിയ കൽപ്പന ഇസ്രായേൽ ജാതിയോടുണ്ട്, അവരെ കൊന്നുകളയണം എന്ന്. അപ്പോൾ കൊന്നുകളയപ്പെടേണ്ട ഇവൾക്ക് ഇവിടെ ജീവിക്കുവാനായിട്ട് യാതൊരു അവകാശവും ആ സമയത്ത് ഇല്ലായിരുന്നു. കാരണം അവളുടെ നൂറ്റാണ്ടുകൾക്ക് മുൻപ്, അല്ലെങ്കിൽ അവളുടെ പല ജനറേഷന് മുൻപ് തന്നെ അവളുടെ ജനറേഷൻ തന്നെ ഇല്ലായ്മ ചെയ്യേണ്ടതായിരുന്നു. മാത്രവുമല്ല, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആരും അറിയരുത് എന്ന് ഇച്ഛിച്ചു, എങ്കിലും മറഞ്ഞിരിപ്പാൻ സാധിച്ചില്ല. കർത്താവ് ഈ ഒരു സന്ദർഭത്തിൽ നിന്ന് ഏറ്റവും മാറി നിൽപ്പാനായിട്ട് കർത്താവും ആഗ്രഹിച്ചു എന്നുള്ളതാണ്. അവൾ ഏറ്റവും എന്താ എഴുതിയിരിക്കുന്നത്, ആരും അറിയരുത് എന്ന് ഇച്ഛിച്ചിട്ടാണ് ഒരു വീട്ടിൽ കടന്ന് അവൻ ഇരുന്നത്. എല്ലാ സാഹചര്യങ്ങളും ഏറ്റവും പ്രതികൂലമായിരുന്നു ഈ കനാന്യ സ്ത്രീക്ക്. എന്നിട്ടും അവൾ വിട്ടുകൊടുത്തില്ല. അവളുടെ ജ്ഞാനം, അറിവ് ഒക്കെ ഈ ശിഷ്യന്മാരിലും പരീശന്മാരിലുമൊക്കെ തുലോം കുറവായിരുന്നു. കർത്താവിനെ കുറിച്ച് ശരിക്കുള്ള ഒരാൾ അറിവോ, അവൻ ആരാണ് എന്നുള്ള അറിവോ അവൾക്ക് വ്യക്തമായിട്ട് ഇല്ലായിരുന്നു. എന്നാൽ അവൾ ഒരു കാര്യം മനസ്സിലാക്കി. അതെന്താണ് അവൾ മനസ്സിലാക്കിയത്? കർത്താവ് പറഞ്ഞു, ഞാൻ അപ്പം കൊടുക്കുന്നത് ആർക്കാണ്? യേശു അവളോട്, മക്കൾക്ക് തൃപ്തി വരട്ടെ, മക്കളുടെ അപ്പം എടുത്ത് ചെറുനായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് യോഗ്യമല്ല. അവൾക്ക് ഒരു കാര്യം വ്യക്തമായിരുന്നു. കർത്താവ് പറഞ്ഞു, മക്കളുടേതാണ് അപ്പം. എന്നിൽ നിന്നുള്ള അനുഗ്രഹം ഞാൻ എൻ്റെ സ്വന്തം ജാതിക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്താണ് ഞാൻ വന്നിരിക്കുന്നത്. കർത്താവിനെ ഒന്ന് കറക്റ്റ് ചെയ്തുകൊണ്ട് ഈ സ്ത്രീ പറയുകയാണ്, യെസ്, അതെ കർത്താവേ, നീ പറഞ്ഞത് ശരിയാണ്. എന്നാൽ ഈ അപ്പത്തിൽ നിന്ന് ശേഷിക്കുന്ന കഷണങ്ങൾ താഴെ വീഴുന്നത് ചെറു നായ്ക്കളും തിന്നുന്നുവല്ലോ. മേശയ്ക്ക് കീഴെ കുട്ടികളുടെ അപ്പനുറുക്കുകളാണ് എങ്കിലും അത് താഴെ വീഴുന്നത് ഈ ശേഷിച്ച കഷണം തിന്ന് തൃപ്തിയാവുന്നത് ആരാണ്? താഴെ നടക്കുന്ന ചെറുനായ്ക്കളാണ്. ഇതായിരുന്നു അവളുടെ വിശ്വാസം. ഇതാണ് ശേഷിച്ച കഷണത്തെ കുറിച്ച് അവൾക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിഞ്ഞത്. ആ ഗ്രാഹ്യം എന്നുള്ളത്, അവൾ ഗ്രഹിച്ചത് എന്നുള്ളത് അവളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി നിങ്ങൾ പറ, ശേഷിച്ച കഷണത്തെ കുറിച്ച് ആരാണ് ഗ്രഹിച്ചത്? ശിഷ്യന്മാർ ഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് കർത്താവ് വീണ്ടും പറഞ്ഞത്, നിങ്ങൾ ഈ ശേഷിച്ച കഷണത്തെ കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് ഗ്രഹിക്കുന്നില്ല? നിങ്ങൾ ഗ്രഹിക്കണം. എന്നാൽ ഈ കനാന്യ സ്ത്രീ അതിനെക്കുറിച്ച് ഗ്രഹിച്ചു എന്നുള്ളത് ഒരു ഉപമ എന്നുള്ള പല ഉപമകളും കർത്താവ് പറഞ്ഞ ഉപമകളൊക്കെ കർത്താവ് കഥയായിട്ട് ദൃഷ്ടാന്തമായിട്ട് അവരോട് പറഞ്ഞു. എന്നാൽ ചില ഉപമകളൊക്കെ they are living parables, അത് ജീവിക്കുന്ന ഉപമകളാണ്. അപ്പോൾ ഈ കനാന്യ സ്ത്രീ എന്നുള്ളത് ഒരു ജീവിക്കുന്ന ഉപമയാണ്. ആ കനാന്യ സ്ത്രീ കർത്താവിനെ വ്യക്തമായിട്ട് അറിയുവാനായിട്ട് ഇടയായി തീർന്നു. അവൾക്ക് മനസ്സിലായി, ഈ ലെഫ്റ്റ് ഓവർ അല്ലെങ്കിൽ ഈ ശേഷിച്ച കഷണം അത് വളരെ വലുതാണ്. അതെനിക്ക് ഭക്ഷിച്ച് അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് ആ അനുഗ്രഹം, ഇറ്റ് ഈസ് അബൻഡന്റ്, അത് ഒത്തിരി വലുതാണ് എൻ്റെ മകളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇനി നമുക്ക് ഈ കുത്തുകളെ ഒന്ന് യോജിപ്പിച്ച് നോക്കാം. ഞാൻ 3 ആത്മീക കാര്യങ്ങളാണ് ഈ ഭാഗത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് ചിന്തിപ്പാൻ കഴിഞ്ഞത് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാനായിട്ട് പോകുന്നത്. ഒന്നാമത്തത്, കർത്താവ് ദൈവം നമുക്ക് നൽകുമ്പോൾ ഹിസ് സപ്ലൈസ് ആർ അബൻഡന്റ്. അവൻ നമുക്ക് നൽകുന്നത് നമുക്ക് ഏറ്റവും നിറച്ചാണ് നമ്മുടെ കർത്താവ് തരുന്നത്. കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ കൊറോണ സമയത്തുമൊക്കെയും അത് റീസെന്റ് നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് അനുഭവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഫ്ലൈറ്റൊക്കെ സ്റ്റോപ്പായി, പെട്രോളൊന്നും വരുന്നില്ല, ഗ്യാസ് ഒന്നും വരുന്നില്ല. ഇങ്ങനെ ആയപ്പോൾ
നമ്മൾ വീണ്ടും കർത്താവിങ്കിലേക്ക് നോക്കുവാനായിട്ട് അത് നമ്മെ ഇടയാക്കി തീർത്തു. കൊറോണ സമയത്ത് നാം എത്ര മുട്ടിപ്പായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. പല വിഷയങ്ങൾ, എല്ലാ രാജ്യങ്ങളിലും ഭക്ഷണം മുതൽ എല്ലാത്തിൻ്റെ ലിമിറ്റഡ് ആയിരുന്നു സപ്ലൈ. എന്നാൽ നാം ഓർക്കേണ്ടുന്ന, അല്ലെങ്കിൽ ഈ ഭാഗങ്ങളൊക്കെയും നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്, ദൈവം നമുക്ക് നൽകുമ്പോൾ നമുക്ക് അബണ്ടന്റ് ആയിട്ട് ഏറ്റവും കൂടിയ അളവില് ദൈവം നമുക്ക് നൽകും. രാജ്യങ്ങളുടെ ബഡ്ജറ്റ്, ഞാനൊരു എക്കോണമിസ്റ്റ് ഒന്നും അല്ല, എന്നാൽ പത്രം വായിക്കുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് പല രാജ്യങ്ങളുടെയും ബഡ്ജറ്റ് എന്നുള്ളത് കമ്മി ബഡ്ജറ്റാണ്, അല്ലെ? എപ്പോഴും ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ കമ്മി ബഡ്ജറ്റാണ്. ഈ ലോകത്തെ ധനാഢ്യരായിട്ടുള്ള രാജ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ മിച്ച ബഡ്ജറ്റ് വരുന്നത്. അത് സ്വീഡൻ, ഖത്തർ, UAE ഇങ്ങനെയുള്ള രാജ്യങ്ങൾ, അവർക്ക് അവരുടെ റവന്യൂ, അവരുടെ നാച്ചുറൽ റിസോഴ്സസ് ഒരുപാട് കൂടുതലായതുകൊണ്ട് അവർക്ക് കമ്മിയാണ് ബഡ്ജറ്റ്. അല്ലെങ്കിൽ USA പോലും മിച്ചമാണ് ബഡ്ജറ്റ്. അല്ലെങ്കിൽ USA പോലും കഴിഞ്ഞ 20-ലധികം വർഷമായിട്ട് അവരുടേതും ഡെഫിസിറ്റ് ബഡ്ജറ്റാണ്, അല്ലെങ്കിൽ കമ്മി ബഡ്ജറ്റാണ്, ഡെഫിസിറ്റാണ്. അതായത് ചിലവ് കൂടുതലും വരവ് കുറവും, അങ്ങനെയാണ് അത് പ്ലാൻ ചെയ്ത്. അതുകൊണ്ട് ഓരോ വർഷം കഴിയുമ്പോഴും കടം കൂടുകയാണ്, ഡെപ്റ്റ് കൂടുകയാണ് ചെയ്യുന്നത്. അതങ്ങനെയാണ് അത് പോകുന്നത്. അതോർത്ത് നമ്മൾ വിഷമിക്കണ്ട. എന്നാൽ കർത്താവ്, അത് കാൽക്കുലേഷനാണ്, കർത്താവ് നമുക്ക് നൽകുമ്പോൾ, കർത്താവ് നമുക്കായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ അത് മിച്ച ബഡ്ജറ്റ് അല്ല, അത് കമ്മി ബഡ്ജറ്റാണ്. അല്ലെങ്കിൽ നമുക്ക് എന്താവശ്യമുണ്ടോ ആ ആവശ്യത്തിലും അധികമായിട്ട് ദൈവം നമുക്ക് നൽകും. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. കിട്ടുന്നവർ വായിച്ചാൽ. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. അപ്പോ നാം എന്ത് ചോദിച്ചാലും, ആത്മീക അനുഗ്രഹങ്ങളാണ് അവിടുത്തെ പ്രധാന വിഷയം. എന്നാൽ ആത്മീക അനുഗ്രഹങ്ങളും ഭൗതികമായ അനുഗ്രഹങ്ങളും നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായിട്ട് തന്റെ ഹിതത്തിനനുസരിച്ച് നമുക്ക് നൽകുവാനായിട്ട് കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിന്റെ ശക്തിയിൽ ഈ ശിഷ്യന്മാരെ അവിശ്വസിപ്പാനായിട്ടിടയായി തീർന്നു. അതുകൊണ്ടാണ് കർത്താവ് അവരോട് ചോദിച്ചത്, നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? ഒന്നാമത് അവരോട് ചോദിച്ചു, ആദ്യത്തെ ഇൻസിഡന്റിൽ ചോദിച്ചു, നിങ്ങൾ ഇത് ഗ്രഹിക്കുന്നില്ല. രണ്ടാമത് 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒന്നുകൂടെ ആ ഇൻസിഡന്റിനെ റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് കർത്താവ് വീണ്ടും അവരെ കാണിച്ചു കൊടുത്തു. യഹൂദന്മാർക്ക് മാത്രമല്ല, യവനന്മാർക്കും പുറജാതികൾക്കും ഈ അനുഗ്രഹമുണ്ട്. എന്നിട്ടും ഈ അനുഗ്രഹം അത് അബണ്ടന്റ് ആണ്. ഈ അനുഗ്രഹം നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഒക്കെ അത്യന്തം പരമായിട്ട് നിങ്ങളെ നടത്തുവാനായിട്ട് കഴിവുള്ളതാണ്. എന്നിട്ടും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? ശേഷിച്ച കഷണത്തിന്റെ അർത്ഥം നിങ്ങൾ എന്തുകൊണ്ട് ഗ്രഹിക്കുന്നില്ല? കനാന്യ സ്ത്രീ ഈ വലിയ അറിവൊന്നുമില്ലായിരുന്നു എങ്കിലും ആ ശേഷിച്ച കഷണത്തിന്റെ അർത്ഥം ശരിയായി ഗ്രഹിക്കുവാനായിട്ട് ഈ കനാന്യ സ്ത്രീക്കിടയായി എന്നുള്ളതാണ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിലും നാം ഈ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് നാം കാണുന്നുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. അത് അങ്ങനെയുള്ള ബുദ്ധിമുട്ട് തന്നെയാണ്. ബുദ്ധിമുട്ടിൽ കൂടി നടന്നിരുന്ന ഫിലിപ്പിയിലുള്ള സഭയ്ക്ക് പൗലോസ് എഴുതുകയാണ്, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം അവൻ നമ്മെ അനുഗ്രഹിക്കുമ്പോൾ അത് അബണ്ടന്റ് ആണ്. അതിന്റെ സ്റ്റാൻഡേർഡ് എന്നുള്ളത് തന്റെ ദൈവത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം ആണ്. ഇതാണ് നാം ഈ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് നാം പഠിക്കുവാനായിട്ടുള്ള ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ പാഠത്തിലേക്ക് ഞാൻ കടക്കട്ടെ. സുവിശേഷം അത് ഈ ലോകത്തിന് മുഴുവൻ ഉള്ളതാണ് എന്നുള്ള വലിയ സത്യം കനാന്യ സ്ത്രീ മനസ്സിലാക്കി എന്നുള്ളതാണ്.
അത് ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്കൊക്കെ വരുമ്പോഴും 10, 11 ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ ഈ ഭക്ഷണം കഴിക്കുന്നത് യഹൂദന്മാരോട് ഒരുമിച്ച് വേണമെന്നൊക്കെയുള്ള ഒരു ഇതും ശിഷ്യന്മാരിൽ പ്രബലരായ തൂണുകളായിട്ടുള്ളവരൊക്കെ പൗലോസ് വന്നപ്പോൾ പതുക്കെ അങ്ങ് യാക്കോബൊക്കെ പതുക്കെ അങ്ങ് പിൻവാങ്ങിയ ചരിത്രമൊക്കെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 10, 11 ഗലാത്യ ലേഖനം 2-ാമത്തേലൊക്കെ. അപ്പോ അവിടെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് പോലും യഹൂദന്മാർ യവനന്മാരോട് അല്ലെങ്കിൽ പുറജാതികളോട് ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കയില്ല എന്നുള്ള ഒരു ദുശാഠ്യം പോലും അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിൽ പോലും ദുശാഠ്യമുള്ള അവർ ആത്മീക അനുഗ്രഹങ്ങളെ അല്ലെങ്കിൽ അവരുടെ ദൈവത്തെ എങ്ങനെ അവര് പുറജാതികളുമായിട്ട് ഷെയർ ചെയ്യും? ശേഷിച്ച കഷണങ്ങൾ അവർക്ക് മാത്രമല്ല അത് പുറജാതിക്കും ഉള്ളതാണ് എന്നുള്ള ആ വലിയ സത്യം കനാന്യ സ്ത്രീ മനസ്സിലാക്കി എന്നുള്ളതാണ്. അവിടെയാണ് കനാന്യ സ്ത്രീയെ എനിക്ക് വളരെ ഇഷ്ടമായി തോന്നുന്നത്. അവളൊരു വലിയ സ്കോളർ അല്ലായിരുന്നു. ഞാൻ സ്കോളേഴ്സിനെ കുറ്റപ്പെടുത്തുകയല്ല, അങ്ങനെ കുറ്റപ്പെടുത്താൻ നമുക്ക് കഴിയുകയുമില്ല. കാരണം നമുക്ക് എഴുതപ്പെട്ട് നൽകിയിരിക്കുന്ന പുസ്തകങ്ങളൊക്കെ ബിബ്ലിക്കൽ സ്കോളേഴ്സിന്. എന്നാൽ ചില കാര്യങ്ങൾ ദൈവം, ചില ആത്മീക സത്യങ്ങൾ ശിഷ്യന്മാരെ പോലെയോ പരീശന്മാരെ പോലെയോ സദൂക്യരെ പോലെയുള്ള സ്കോളേഴ്സിൽ കൂടെ അല്ല, ഇതുപോലുള്ള ലളിതമായിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു വിശ്വാസിക്ക് ആണ് ആ സത്യങ്ങൾ മനസ്സിലാകുന്നത്, അവരിൽ കൂടി ആ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നു എന്നുള്ളതിന്റെ ഒരു വലിയ ഉദാഹരണമാണ് ശേഷിച്ച കഷണങ്ങൾ കനാന്യ സ്ത്രീക്ക് മനസ്സിലാക്കിച്ച് കൊടുത്തത്. ആ വലിയ സത്യം കനാന്യ സ്ത്രീക്ക് മനസ്സിലായി എന്നുള്ളത്. അതുകൊണ്ടാണ് അവൾക്ക് ആ അനുഗ്രഹം ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഇനി 3-ാമത്തെ ഒരു ഭാഗം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. എന്തിന് നാം ദൈവത്തോട് അനുഗ്രഹങ്ങൾ ആവശ്യപ്പെടണം? ഇത്രയും ഭാഗം മറ്റ് സഭാവിഭാഗങ്ങൾ ഒക്കെ എടുത്ത് സംസാരിച്ചാൽ അതിനെ അവരുടെ സുവിശേഷവുമായിട്ട് അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി ഗോസ്പലുമായിട്ട് അവരെ ചേർക്കുവാനായിട്ടൊക്കെ സാധ്യതയുള്ള അതിന് ഏറ്റവും അനുകൂലമായ ഒരു ഭാഗങ്ങളാണ് ഈ സാദൃശ്യമൊക്കെയും, അല്ലെ? നാം ദൈവത്തിന് കൊടുത്താൽ ദൈവം നമുക്ക് മടക്കി നൽകും, ശേഷിപ്പ് നമുക്ക് കിട്ടും, നമുക്ക് അനുഗ്രഹ സമൃദ്ധി ഉണ്ടാകും. എന്തിനാണ് നാം ദൈവത്തോട് ആവശ്യപ്പെടേണ്ടുന്നത്? ദൈവവചനം നാം പഠിക്കുമ്പോൾ നാം ദൈവത്തിന് കൊടുത്തിട്ട് കിട്ടുകയല്ല, ദൈവം നമുക്ക് നൽകുന്നതിനെ നാം കൊടുക്കുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് നോട്ട് ഗിവ് ടു ഗെറ്റ് ബട്ട് ടു ഗെറ്റ് ടു ഗീവ്. ഈ ശേഷിച്ച കഷണം നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യം അതാണ്. പലപ്പോഴും നാം ചിന്തിക്കുന്നത് നാം ദൈവത്തിന് ആദ്യം കൊടുക്കുക, അങ്ങനെ പ്രസംഗിക്കുന്നവരുണ്ട്. ദൈവത്തിന് കൊടുക്കുക, ദൈവത്തിന് കൊടുക്കുന്നത് എപ്പോഴും ദൈവത്തിന്റെ കരയ്ക്കലല്ല കിട്ടുന്നത്, പ്രസംഗിക്കുന്ന ആൾക്കാണ് കിട്ടുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. എന്നാൽ ദൈവത്തിന് കൊടുക്കുക, ദൈവം നിങ്ങളെ പല മടങ്ങായി അനുഗ്രഹിക്കും എന്ന്. പൗലോസ് എന്താണ് എഴുതിയിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം, 1 തിമോത്തി, അതിന്റെ 6-ാം അധ്യായം 17-ഉം 18. പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്, ധനവാന്മാരോട് നീ ഇങ്ങനെ പറയണം. എന്ത് ചെയ്യണം? അവര് ദൈവത്തിൽ ആശ വയ്ക്കണം, പിന്നെ നന്മ ചെയ്യണം, സൽപ്രവൃത്തികളിൽ സമ്പന്നരായി ദാനശീലമുള്ളവരായിരിക്കണം. പൗലോസ് തന്റെ ജീവിതത്തിൽ അങ്ങനെ പ്രായോഗികമാക്കിയതായിട്ട് പൗലോസ് അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. അതുകൊണ്ട് ഒന്ന് വായിച്ച് മുൻപോട്ട് പോകാം. 20-ന്റെ 34. എന്റെ മുട്ടിനും
അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 20:34 ഞാൻ വായിക്കുന്നത്. എൻ്റെ മുട്ടിനും എന്നോടുകൂടെ ഉള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. ഇതായിരുന്നു പൗലോസ് കാണിച്ച മാതൃക എന്നുള്ളത്. പൗലോസ് പഠിപ്പിച്ചതും പൗലോസ് ചെയ്തതും അത് തന്നെയായിരുന്നു. എന്താണ്? അതായത് നമുക്ക് ലഭിക്കുന്നത് മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കുവാനായിട്ട്, ഷെയർ ചെയ്യുവാനായിട്ട് നാം ബാധ്യസ്ഥരാണ്. അതിനായിട്ടാണ് നമുക്ക് ദൈവം അനുഗ്രഹങ്ങളെ നൽകിയിരിക്കുന്നത്. സാമ്പത്തിക ഭൗതിക അനുഗ്രഹങ്ങളും മാത്രമല്ല, ആത്മീക അനുഗ്രഹങ്ങളും. അപ്പോൾ ഇത് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് നാം വില്ലിങ് ആയിരിക്കണം. ഈ കനാന്യ സ്ത്രീയുടെ, വീണ്ടും കനാന്യ സ്ത്രീയിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. കനാന്യ സ്ത്രീ കർത്താവിന്റെ അടുക്കൽ വന്നപ്പോൾ അവളുടെ ആവശ്യമല്ല അവൾ പറഞ്ഞത്, അവളുടെ മകളുടെ ആവശ്യമാണ് പറഞ്ഞത്. അവൾ എന്നാൽ ആ മകളെ കൊണ്ടുവന്നുമില്ല. അപ്പോൾ അവൾ കർത്താവിനോട് പറഞ്ഞ് ആവശ്യപ്പെട്ടത്, നീ എന്നെ അനുഗ്രഹിക്കണം, അല്ലെങ്കിൽ നിന്റെ അനുഗ്രഹം എൻ്റെ മകൾക്കും വേണ്ടതാണ്, അത് അവളുടെ റൈറ്റ് ആണ് എന്നുള്ള നിലയിൽ കർത്താവിനോട് അവൾക്ക് സംസാരിപ്പാനായിട്ടിടയായി തീർന്നു. അതു നിമിത്തം she was willing to share the blessings with her daughter. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ദൈവം അനുഗ്രഹം കൊടുത്തു. അതായത് അവൾക്ക് വേണ്ടിയല്ല ആവശ്യപ്പെട്ടത്. നമ്മുടെ ശതാധിപന്റെ കാര്യം, ശതാധിപൻ വന്ന് ദൈവത്തോട്, കർത്താവിനോട് ആവശ്യപ്പെട്ടത് അവന് വേണ്ടിയിട്ടല്ല, അവന്റെ വീട്ടിലുള്ള ദാസന് വേണ്ടിയിട്ടായിരുന്നു. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം, യാക്കോബ് 4:2-3 വാക്യങ്ങൾ. എന്താണ് യാക്കോബ് പറയുന്നത്? നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് നിങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ യാചനകളും ഒക്കെ ഇങ്ങനെയായി തീരാറില്ലേ? ദൈവം നമുക്ക് അനുഗ്രഹങ്ങളെ നൽകുന്നു എങ്കിലും അത് ഷെയർ ചെയ്യുവാനായിട്ട് വില്ലിങ് അല്ലാതെ നമുക്ക് വേണ്ടി മാത്രം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വളരെ വലുതാക്കാൻ വേണ്ടിയിട്ട്, നല്ല നിലയിൽ നാം ജീവിക്കണം, അത് ദൈവവും ആഗ്രഹിക്കുന്നതാണ്. എന്നാൽ വല്ലാതെ ചിലവാക്കേണ്ടതിന് ദൈവം നമുക്ക് നൽകുന്നതൊക്കെയും അങ്ങനെ ചിലവഴിപ്പാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തോട് യാചിക്കുന്നത് കൊണ്ട് പലപ്പോഴും ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നില്ല എന്നുള്ള. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം കൂടെ വായിക്കാം. എഫേസ്യ ലേഖനം 4:28 വാക്യം. കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കത്രേ വേണ്ടത്. ഇവിടെ കള്ളൻ എന്നുള്ള വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാക്ക് തന്നെയാണ് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് എല്ലാ നിലകളിലും മറ്റുള്ളവരെ എങ്ങനെയും പറ്റിച്ച് ജീവിക്കുന്നവരെ പൊതുവിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പൗലോസ് അങ്ങനെ എഴുതിയിരിക്കുന്നത് എന്നാണ് കരുതുന്നത്. അപ്പോൾ അവൻ ഇനി ചെയ്യാതെ അവൻ അധ്വാനിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അവൻ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് അധ്വാനിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നിലയിൽ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുവാനായിട്ട്, ദൈവമേ നീ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിപ്പാനായിട്ട് നമുക്ക് ഇടയായിത്തീരണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇനി നമുക്ക് ഈ കുത്തുകളൊക്കെ ഒന്ന് ഇട്ടു, നമ്മൾ വരച്ചു, കുത്തുകളിലെ കൂടെ വരച്ചു, നമുക്ക് മനസ്സിലായി എന്താണ് കർത്താവ് അവരോട് പറഞ്ഞത്. നിങ്ങൾ സത്യം ഗ്രഹിക്കുന്നില്ല. എന്തായിരുന്നു എന്തൊക്കെയാണ് ആ സത്യങ്ങൾ? ചിലതൊക്കെയാണ് ഞാൻ ചിന്തിച്ചത്. നിങ്ങൾക്ക് മടങ്ങിപ്പോയിട്ട് ഈ കുത്തുകൾ കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് പൂരിപ്പിക്കുവാനായിട്ടിടയായി തീരട്ടെ. ഈ വാക്യങ്ങൾ, ഈ ഭാഗങ്ങൾ, ഈ അധ്യായങ്ങൾ മുഴുവനായിട്ടൊന്ന് വായിച്ചിട്ട്, മർക്കോസ് സുവിശേഷം 6 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ വായിച്ച് കൂടുതൽ മനോഹരമായിട്ടുള്ള ഒരു ചിത്രം, കൂടുതൽ മനോഹരമായിട്ടുള്ള ഒരു അർത്ഥം അതിന്ന് കണ്ടെത്തുവാനായിട്ട് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കർത്താവ്
ശിഷ്യന്മാർ ഗ്രഹിക്കണം എന്ന് പറഞ്ഞത് ഇക്കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഞാൻ നൽകുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട. ആ പടകിൽ കൂടെ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഇത്ര ഭക്ഷണം നൽകിയിട്ടും ഇത്രമാത്രം ശേഷിപ്പിച്ചിട്ടും നിങ്ങൾ വീണ്ടും ഭ്രമിച്ച് ഭയപ്പെടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അമേസ്ഡ് ആകുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ നിങ്ങളോട് കൂടെ ഇല്ലായിരുന്നോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ നന്മകളും നൽകിയില്ലേ? ഞാൻ നിങ്ങളെ കൈവിടുമോ? നിങ്ങൾ ആ സത്യം നിങ്ങൾ ഒരു കാലത്തും ഗ്രഹിച്ചിട്ടില്ല. മാത്രമല്ല, ഈ സുവിശേഷം നിങ്ങൾക്ക് മാത്രമുള്ളതല്ല എന്ന രണ്ടാമത്തെ ഇൻസിഡന്റിൽ കൂടെ കർത്താവ് പുറജാതികളുമായിട്ടും അവരുമായിട്ടും ആ അപ്പം കൊടുത്തു. അപ്പോഴും ആ അപ്പം ശേഷിപ്പിച്ചു. എന്നിട്ടും നിങ്ങൾ സത്യം ഗ്രഹിച്ചില്ല. അവരപ്പോഴും ചിന്തിച്ചത് പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവിനെ കുറിച്ചാണ്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നവനാണ്. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ അളവിൽ കവിഞ്ഞ് നിങ്ങളെ അനുഗ്രഹിക്കും. എന്നാൽ എന്തിനു വേണ്ടിയിട്ട് അനുഗ്രഹിക്കുന്നു? അത് മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്. ആ 12 കുട്ടയും 7 വട്ടിക്കും എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ ഒരിടത്തും വായിക്കുന്നില്ല. നമുക്കറിയില്ല അതിനെന്ത് സംഭവിച്ചു എന്ന്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ. കുട്ട പൊതുവിൽ ഇവര് കയ്യിൽ കരുതുന്ന ചെറിയ കുട്ടയാണ്. എന്നാൽ വട്ടി ഒരു കാലത്തും അവർ കൂടെ കൊണ്ട് നടക്കാറില്ല. ഈ വലിയ പ്രസംഗം കേൾക്കാൻ വന്ന ഈ പുറജാതികൾ എന്തിനാണ് വട്ടി എടുത്തുകൊണ്ട് വന്നത്? വലുതാണ് വട്ടി. അവർക്കൊരു ചിന്തയുണ്ടായി കാണും. 1, 2, 3 ദിവസങ്ങൾ കർത്താവിനോട് ഒരുമിച്ച് ജീവിച്ചപ്പോൾ, ഒരുമിച്ചായിരുന്നപ്പോൾ കർത്താവ് തീർച്ചയായിട്ടും വീണ്ടും ആ അനുഗ്രഹം, യഹൂദന്മാർക്ക് കൊടുത്ത അനുഗ്രഹം ഞങ്ങൾക്കും ലഭിച്ചേക്കും എന്നുള്ള ആ വലിയ പ്രതീക്ഷയോടുകൂടെയാണ് അവർ വലിയ വട്ടിയുമായിട്ട് ചിലരെങ്കിലും കടന്നു വന്നത്. അത് കണ്ടിട്ട് കർത്താവ് ആ വട്ടി നിറച്ച് അവർക്ക് കൊണ്ടുപോകുവാനായിട്ട് നിറച്ച് കർത്താവ് കൊടുത്തു എന്നുള്ളതാണ്. അനേകം സത്യങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് പഠിക്കുവാനായിട്ട് ഇടയായിത്തീരും. ദൈവം നമ്മെ സഹായിക്കട്ടെ. വരുന്ന നാളുകളിൽ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട്, നമുക്ക് ലഭിച്ച അനുഗ്രഹം മറ്റുള്ളവർക്കും കൊടുക്കുന്നവരായിട്ട് നമുക്ക് ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് നമുക്കായിരിക്കാം. ദൈവം അനുഗ്രഹിക്കുവാനായിട്ട് അവൻ ബാധ്യസ്ഥനാണ്. അവൻ തീർച്ചയായും അനുഗ്രഹിക്കും. ആഗ്രഹമുള്ള ഹൃദയങ്ങളെ തൃപ്തിപ്പെടുത്തുന്നവനാണ് നമ്മുടെ ദൈവം. ആ ആഗ്രഹമാണ് കുട്ടയെ വട്ടിയാക്കിയതും വട്ടിയുമായി ജനം അവന്റെ സന്നിധിയിലേക്ക് വന്നതും. ദൈവം നമ്മെ സഹായിക്കും.